ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കുറച്ച് സ്ലീവ് ഡിസൈനാണ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് സ്ലീവ് ഡിസൈനാണ്. ഞാനിത് ഷോർട്ടായിട്ട് ചെയ്ത വീഡിയോ ആണ്. മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇത് ഡോറി കുറച്ച് വീതിക്ക് അടിച്ചെടുത്ത ശേഷം ഇതേപോലെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ആ വൈറ്റ് നൂല് വന്നേക്കുന്ന സ്ഥലത്തേക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇതിനകത്തും ബീഡ്സ് ചെയ്യാം. ഇതിന് രണ്ടാമത്തതാണ്. ഇതേപോലെ ഡോറി വീതിക്ക് അടിച്ചെടുത്ത് കട്ട് ചെയ്ത ശേഷം ഇതേപോലെ ഒരു എ ഷേപ്പിൽ ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശത്തേക്ക് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി അകത്തേക്ക് ഫോൾഡ് ചെയ്ത് ഇതേപോലെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ പുറത്ത് ബീഡ്സ് ചെയ്തെടുക്കുക. രണ്ട് കളറിൽ രണ്ട് മെഷർമെൻറ്റിൽ രണ്ട് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ അളവ്. ഇത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് നമ്മളൊരു പേപ്പറിലേക്കാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ, നമ്മുടെ എൻഡിലെ ലെങ്തില്ലേ, അത് എത്രയാണോ ആ ഒരു ലെങ്തിന് വേണം ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുത് മതിയെങ്കിൽ അതിനനുസരിച്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇതേപോലെ വിടർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുത്ത് മുത്തും കൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു സ്ലീവ് ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ലൈനിങ്ങിൽ ഈ ഒരു ഷേപ്പിൽ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്ലീറ്റ് ഇട്ടെടുത്ത ഫ്രില്ല് നല്ല വശത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആ ക്യാൻവാസിൽ കയറാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ക്യാൻവാസിൽ കുറച്ച് സൂചി കയറിപ്പോയാൽ നിങ്ങൾക്കറിയാലോ, അത് കറക്റ്റ് ഫോൾഡായിട്ട് വരില്ല. ഇനി കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ തിരിച്ചിടാം. ഇത് ഈസി ആയിട്ട് തന്നെ തിരിഞ്ഞ് വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് അവിടെ ബീഡ്സ് വയ്ക്കാം. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക്. 2 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളെ സ്ലീവിൻ്റെ എൻഡിൽ എത്ര ലെങ്ത് വേണോ അതനുസരിച്ച് പ്ലീറ്റ് ഇടണം. പ്ലീറ്റ് ഇട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചീത്ത വശത്തേക്ക് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി അത് നല്ല വശത്തേക്ക് മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി ചെയ്ത് വെച്ചേക്കുന്ന ഡോറി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീഡ്സൊക്കെ വെച്ച് ഇതാണ് സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പേപ്പറിൽ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഷേപ്പ് പേപ്പറിലല്ല ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്താൽ മതി. 2 ഇഞ്ച് വീതിയിൽ റിബൺ പോലെ കട്ട് ചെയ്തെടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടാണ് ഇതേപോലെ ഫ്രില്ല് ചെയ്തെടുക്കേണ്ടത്. ഇനി ആ ഒരു ഫ്രില്ല് ആ സ്ലീവിൻ്റെ എൻഡിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ഷേപ്പിന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രില്ല് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ കറക്റ്റ് ഷേപ്പിന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റൂ. ഇനി ഇതേപോലെ സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതിനടിയിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ഏതെങ്കിലും ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതാണ് അപ്പോൾ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അടുത്ത സ്ലീവ് മോഡലിന് ഇതേപോലെ കറക്റ്റ് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എത്ര വീതിക്കാണോ വേണ്ടത് ആ ഒരു വീതിക്ക് കട്ട് ചെയ്തെടുക്കണം. വീതിയും നീളവും ഒരേപോലെ ആയിരിക്കണം. ഇനി ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി മെറ്റീരിയലിൻ്റെ, അതായത് സ്ലീവ് ചെയ്യുന്നതിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചീത്ത വശത്തേക്ക് ഫോൾഡ് ചെയ്ത് മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി കുറച്ച് ഭംഗിക്കായിട്ട് ബീഡ്സ് കൂടി വെച്ച് കൊടുക്കുന്നു.